സ്വന്തം മണ്ണിൽ ടെസ്റ്റിൽ നാണം കെട്ട ഒരു വൈറ്റ് വാഷ് കൂടി ഏറ്റുവാങ്ങിയാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരു ഏകദിന പരമ്പര നേരിടാനൊരുങ്ങിയത്. ടീമിനുള്ളിലെയും പുറത്തുമുള്ള അന്തരീക്ഷത്തിൽ ആശങ്കയുടെ കാർമേഘങ്ങൾ പെയ്തു തുടങ്ങിയിരുന്നു. മുൻ താരങ്ങളും ആരാധകരുമെല്ലാം പരിശീലകൻ ഗൗതം ഗംഭീറിന്റെയും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറിന്റെയും തീരുമാനങ്ങൾക്കെതിരെയും പരിഷ്കാരങ്ങൾക്കെതിരെയും ആഞ്ഞടിക്കുകയായിരുന്നു. ഇതിനിടയിലേക്കാണ് റാഞ്ചിയുടെ പുൽമൈതാനത്ത് ലോക ക്രിക്കറ്റിലെ ഇതിഹാസ ദ്വയങ്ങളായ രോ-കോ നടന്നെത്തുന്നത്. ഓസീസിനെതിരെ സിഡ്നിയിൽ നടന്ന ഇന്ത്യയുടെ അവസാന ഏകദിനത്തിൽ നടന്നതിന്റെ ഒരു തനി ആവർത്തനമാണ് നിറഞ്ഞു കവിഞ്ഞ ഗ്യാലറിക്ക് സാക്ഷിയായി പിന്നീട് അവിടെ അരങ്ങേറിയത്. ഒറ്റ വ്യത്യാസം മാത്രം, അന്ന് രോഹിത് ശർമ്മ അടിച്ച സെഞ്ചുറി ഇത്തവണ വിരാട് കോഹ്ലി അടിച്ചു. കോഹ്ലിയുടെ 50 ഇന്നിംഗ്സ് രോഹിത് ഇത്തവണ ഭംഗിയായി ചെയ്തു. അപ്പോഴും ഇപ്പോഴും ഇന്ത്യൻ ജയത്തിൽ നെടുംതൂണായത് ഈ സഖ്യം തന്നെ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവസാനിച്ച 2 ടെസ്റ്റിലും ഗാലറിയും ലൈവ് ടെലികാസ്റ്റ് വ്യൂസും കാലിയായിരുന്നു. എന്നാൽ ഇന്നലെ റാഞ്ചി സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചു. ഇരുവരും ഓടിയെടുക്കുന്ന ഓരോ റണ്ണിനും ഷോട്ടിനും നിറഞ്ഞ കയ്യടികളും ആരവങ്ങളുമായിരുന്നു. ഹോട്ട്സ്റ്റാർ കാഴ്ചക്കാരും റെക്കോർഡിലെത്തി. വിരാട് തന്റെ 83ാം സെഞ്ചുറിക്കൊപ്പം ബാറ്റിംഗിൽ പുറത്തെടുത്ത മാസ്റ്റർ ക്ലാസുകൾ, ആരാധകരെ രോമാഞ്ചം കൊള്ളിക്കുന്ന കവർ ഡ്രൈവുകളും ഫ്ലിക്കുകളും, ഗാലറി ഇളക്കി മറിക്കുന്ന സ്ട്രെയിറ്റ് സിക്സറുകളും, സെഞ്ചുറിക്ക് ശേഷവും ഫീൽഡിലും കണ്ട അഗ്രസീവ് സെലിബ്രേഷനുകളും, ഹിറ്റ്മാന്റെ പുൾഷോട്ടും സ്ക്വയർ കട്ടുകളും, ഗാലറിയെ കീറി മുറിക്കുന്ന കൂറ്റൻ സിക്സറുകളും. ഒടുവിൽ ദക്ഷിണാഫ്രിക്കയുടെ ബാറ്റിംഗ് ചേസിൽ ക്യാപ്റ്റൻ KL രാഹുൽ അവസാന ഓവറുകളിൽ പതറിയപ്പോൾ രോഹിത് സെറ്റ് ചെയ്ത ഫീൽഡിംഗ് വിന്യാസവും അതിൽ ട്രാപ്പായ ദക്ഷിണാഫ്രിക്കയുടെ പ്രതീക്ഷകളും. ഒരു ഇന്ത്യൻ ആരാധകന് ഏറെ മിസ് ചെയ്ത വിന്റേജ് ഇന്ത്യൻ ക്രിക്കറ്റാണ് ഇന്നലെ കണ്ടത്. വിന്റേജ് കോഹ്ലിയും രോഹിത്തും നിറഞ്ഞാടിയപ്പോൾ ഒരർത്ഥത്തിൽ രക്ഷപ്പെട്ടത് തുടർ തോൽവികളിൽ മുഖം പോയ ഗംഭീറിന്റെ മാനം കൂടിയാണ്. ടെസ്റ്റ് ടീമിൽ നിന്ന് പ്രഷർ ചെയ്ത് നിങ്ങൾ പുറത്താക്കിയവരും ഏകദിനത്തിൽ നിന്ന് ക്യാപ്റ്റൻസി തൊപ്പി ബലമായി നിങ്ങൾ വാങ്ങിയെടുത്തവരും തന്നെ വേണ്ടി വന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളെ രക്ഷിക്കാൻ. ഏതായാലും ഗംഭീറും അഗാർക്കറും അവരുടെ കരാർ കാലാവധിയായ 2027 വരെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായാലും 2027 ഏകദിന ലോകകപ്പ് വരെ വിരാടും രോഹിത്തും ഇവിടെ തന്നെ കാണുമെന്നത് ഇപ്പോൾ 100% ഗ്യാരണ്ടിയാണ്.